നമുക്ക് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ചിറകുള്ള ചിത്രങ്ങൾ അതിലെ ആദ്യ പാഠഭാഗം അരങ്ങുണരുന്നു CV ബാലകൃഷ്ണൻ്റെ ആത്മകഥയായ പരൽമീൻ നീന്തുന്ന പാടം അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അരങ്ങുണരുന്നു. ഇതിൽ ഒരു കാലത്ത് കേരള ജനതയെ ഹൃദയം തൊട്ടറിഞ്ഞ നാടകകലയോടുള്ള അവരുടെ ഹൃദയപരമായ അടുപ്പം അത് വെളിപ്പെടുന്ന ഒരു ഭാഗമാണ് അരങ്ങുണരുന്നു എന്നത്. ഇതിൽ ഒരു വിദ്യാലയത്തിൽ നാടകം നടക്കുമ്പോൾ അത് കാണാനായി പോകുന്ന ഒരു ഗ്രാമീണ ബാലൻ, അതായത് നമ്മുടെ CV, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു ബാല്യകാല ഓർമ്മകൾ, ആ സ്മരണകൾ, മധുരമുള്ള ആ ഒരു സ്മരണകൾ സുന്ദരമായ ഭാഷയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ഈ അരങ്ങുണരുന്നു എന്ന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ പാഠഭാഗം തുടങ്ങിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് അദ്ദേഹം നമ്മെ എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്, ആ നാടകകലയെക്കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് ഒരു ഗ്രാമീണ ജനതയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ ആ നാടകകലയെക്കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാനായി സാധിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പാഠഭാഗം തുടങ്ങിയിരിക്കുന്നതെന്നൊന്ന് നോക്കാം. അരങ്ങ് ഉണരുന്നു. ഉരുളൻ കല്ലുകളുടെയും ചെമ്മണ്ണിൻ്റെയും പാതയിലൂടെ ഞെരങ്ങിക്കിതച്ചു വന്ന കാളവണ്ടി വായനശാലയും റേഷൻ ഷാപ്പും അനാദികടയും ഹോട്ടൽ വിമലയും ക്ഷൗരക്കടയും കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മൈതാനത്തിലൂടെ നീങ്ങിത്തുടങ്ങിയപ്പോൾ അങ്ങാടിയിൽ ഒട്ടൊരു ആകാംക്ഷയായി. സാധാരണ നിലയ്ക്ക് കാളവണ്ടി നേരെ പോകാറാണ് പതിവ്. അതിനുള്ളിൽ ഉപ്പിൻ ചാക്കുകളോ അനാദി സാമാനമോ വെല്ലപ്പൊതികളോ മറ്റോ ആവും. അവ പീടികകളിലേക്കുള്ളതാണ്. നിരത്തിന് പടിഞ്ഞാറ് മൈതാനത്തിൻ്റെ അരികുകളിൽ പീടികകളില്ലാത്തതിനാൽ മൈതാനത്തിലൂടെ വണ്ടിത്താരയില്ല. വണ്ടിക്കാരൻ മൈതാനത്തിൻ്റെ വടക്കേ അതിരിലുള്ള മാവിൻ്റെ തണലിലായിരുന്ന് ദായം കളിക്കുന്ന കുട്ടികളെ കൈമാടി വിളിച്ചു. വണ്ടിയിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇറക്കി വയ്ക്കാനുണ്ടായിരുന്നു. എന്താ അതൊക്കെ? ആരോ വണ്ടിക്കുള്ളിലേക്ക് നോക്കി അത്ഭുതത്തോടെ തിരക്കി. കുറേ ഭാണ്ഡങ്ങൾ, പെട്ടികൾ, മടക്കി വച്ച തിരശീലകൾ, ഹാർമോണിയം, തബല. നാടകത്തിൻ്റെയാ? ആളുകൾ പിന്നാലെ വരുന്നുണ്ട്. 2 നടികൾ ഉൾപ്പെടെ 12ഓളം പേരുള്ള നാടകസംഘം പിറകെ എത്തിച്ചേർന്നു. തികച്ചും ഗ്രാമീണമായൊരു അന്തരീക്ഷ ചിത്രമാണ് അല്ലേ തുടക്കത്തിൽ തന്നെ ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. കാളവണ്ടി, അതുപോലെ തന്നെ ഉരുളൻ കല്ലുകളും ചെമ്മണ്ണും നിറഞ്ഞ പാത, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമീണ ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വണ്ടിയൊന്നുമില്ല. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനാണെങ്കിലും യാത്രയ്ക്കാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചിരുന്നത് കാളവണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാളവണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കാളവണ്ടി വരുന്നത് സാധനങ്ങളൊന്നുമല്ല അതിൽ കയറ്റിയിരിക്കുന്നത്. അങ്ങനെ കാളവണ്ടി വരുന്നുണ്ട്. വെല്ലപ്പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലം, സാധാരണ അതൊക്കെയാണ്. ഉപ്പിൻ ചാക്ക്, അങ്ങനെ കടയിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരാറ്. പക്ഷേ ഇതൊന്നുമല്ല. അപ്പോൾ അത് വഴി മാറി ഇങ്ങനെ നേരെ പോകുന്നത് കണ്ടപ്പോൾ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ആകെ ആകാംക്ഷയായി. എന്താ ഇത്? ആകെ അവർക്ക് എന്താണാവോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയായി. എന്തിനായിരിക്കും ഈ കാളവണ്ടിയിൽ? എന്നാൽ നിറയെ സാധനങ്ങളുണ്ട് താനും, എന്നാൽ കടകളിലേക്കുള്ള സാധനങ്ങൾ അല്ല താനും. അങ്ങനെ കാളവണ്ടിക്കാരൻ ഒരു മൈതാനത്ത് ഒരു മരത്തിൻ്റെ തണലിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ മൈതാനത്ത്, മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ്, കുട്ടികളൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് മൈതാനത്തും പാടത്തൊക്കെ കൂടും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അത് കുട്ടികളിങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിട്ട് ദായം കളിക്കുക അറിയില്ലേ എല്ലാവർക്കും? ദായം കളിക്കുക എന്താന്ന്
നമ്മൾ ഈ കബഡി കളിക്കാന്നും പറയും, ഒരു ഇത് ഇട്ടിട്ട് കരുകളൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഒത്തുകൂടിയിട്ട് അവിടെ ദായം കളിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിക്കാരൻ എന്ത് ചെയ്തു, അവരെ ഇങ്ങോട്ട് വിളിച്ചു. കാരണം എന്താ വെച്ചാൽ സാധനങ്ങളൊക്കെ ഈ കാളവണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കണമല്ലോ, അതിനുവേണ്ടി കുട്ടികളെ വിളിച്ചു. അപ്പോൾ കുട്ടികളെല്ലാവരും വേഗം ചെന്നു. അപ്പോൾ അതിലൊരാൾ അതിൻ്റെ ഉള്ളിൽ നോക്കി, എന്താ ആകാംക്ഷ, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, നിറയെ ഭാണ്ഡങ്ങളുണ്ട്, പെട്ടികളുണ്ട്, ഹാർമോണിയം, തബല, മടക്കി വച്ച തിരശീലകൾ. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതൊരു നാടക സംഘത്തിൻ്റെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നാടകത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ആകാംക്ഷയൊക്കെ ആയി. കാരണം എന്താ വെച്ചാൽ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും നാടകത്തിനുള്ളതാണ് എന്ന് വണ്ടിക്കാരൻ പറയുകയും ചെയ്തു. ഇത് എന്തിനുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ നാടകത്തിൻ്റെ സാധനങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ നാടകത്തിനുള്ള ആളുകൾ, നാടകത്തിന് അഭിനയിക്കേണ്ട ആൾക്കാർ ഒരു 10-12 പേരുണ്ട്. അവർ 2 നടിമാരും ഉണ്ട്. അവരൊക്കെ കൂടിയിട്ട് പിന്നാലെ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തിച്ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ അവർക്കൊക്കെ വലിയ ഇഷ്ടമായി. കാരണം എന്താ, അതെന്താ സൂചിപ്പിക്കുന്നത്, ഗ്രാമത്തിലെ കുട്ടികൾക്കും എല്ലാ നാട്ടുകാർക്കൊക്കെ ആ നാടകത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം, താല്പര്യം, ഇഷ്ടമാണ് അവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികളെല്ലാവരും ഒത്തുകൂടി ദായം കളിക്കുക എന്നുള്ള ആ ഒരു സംഭവം നിങ്ങൾ അല്ലേ വായിച്ചില്ലേ. ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടമാകുന്ന ഒരു സംഗതിയാണിതെല്ലാം. മുൻകാലങ്ങളിൽ ഇപ്പോൾ ടീച്ചറുടെ പ്രായത്തിൽ നിങ്ങളുടെ അമ്മമാരോടും അച്ഛന്മാരോടും മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ അങ്ങനെ ധാരാളം കളിച്ചിട്ടുള്ളവരായിരിക്കും. വലിയ വലിയ ഗ്രൗണ്ടുകളിലും പറമ്പുകളിലും പാടങ്ങളിലൊക്കെ ആ ഭാഗത്തുള്ള കുട്ടികളെല്ലാവരും ഒത്തുകൂടിയിട്ട് അത്യാഹ്ലാദത്തോടു കൂടി കളിക്കും. എന്നാൽ ഇന്നത്തെ കുട്ടികളെങ്ങനെയാണ്? ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ബാല്യകാലമുണ്ടോ? മധുരമുള്ള ബാല്യം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഇന്ന് എല്ലാവരും വീടുകളിൽ ഒതുങ്ങുകയാണ് അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത്. വീടിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു ലോകമാണ്. പുറമേക്ക് കുട്ടികളെല്ലാം, അതുകൊണ്ട് തന്നെ വലിയൊരു സുഹൃത്ത് വലയൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കളികളിലൂടെ കുട്ടികൾ നേടിയെടുക്കേണ്ടതായ ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യമൊക്കെ കുട്ടികൾക്ക് കളിയിലൂടെയാണ്, ഇത്തരത്തിലൊത്തൊരുമിച്ചുള്ള കളികളിലൂടെ ആണ് നേടിയെടുക്കണം. അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്ന് വേണം. അപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, മുൻകാലങ്ങളിലെല്ലാം കുട്ടികളൊക്കെ ഇങ്ങനെ ഒത്തുകൂടി കളിക്കുന്ന ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കണം. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മധുരമുള്ള ഓർമ്മകൾ, ബാല്യകാലത്തെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇവിടെ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്, ഗ്രാമവാസികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ, അവരുടെ ദേശത്തൊരു നാടക സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ഭാഗങ്ങളിലൂടെ പറയുന്നത് ഈ ദേശത്തിന് തനതായൊരു നാടക പാരമ്പര്യമുണ്ട് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ നാടക പാരമ്പര്യം ഈ ദേശത്തിനുണ്ട് എന്ന് CV നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാം. ദേശത്തിന് തനതായ ഒരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും. അഭിനേതാക്കൾ വയലുകളിൽ പണിയെടുക്കുന്നവരോ, നെയ്ത്തുകാരോ, വക്കീൽ ഗുമസ്തരോ, ആധാരമെഴുത്തുകാരോ, തയ്യൽക്കാരോ, തപാൽ ശിപായിയോ, ദേഹണ്ടക്കാരോ, അധ്യാപകരോ, തെയ്യം കെട്ടുകാരോ ഒക്കെയാകും. അവരിൽ ചിലർ ചമയങ്ങൾ അണിഞ്ഞ് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ സ്ത്രീകളായി മാറിയിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നാടൻ ഗ്രാമ നിവാസികളെ അല്ലെങ്കിൽ ദേശവാസികളുടെ കലയോടുള്ള ഒരു ആഭിമുഖ്യമാണ്, താല്പര്യമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ പോലെ TV-യോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളോ ഒന്നും അങ്ങനെ വ്യാപകമായിട്ടൊന്നും ഉണ്ടാകാത്തൊരു കാലമായിരുന്നു അത്. അതായത് വിനോദപരമായിട്ടുള്ള, കലാപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അത്തരത്തിലുള്ള അവസരങ്ങളും വളരെ കുറവായിരുന്നു.
അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ CV നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നാടകം എന്ന് പറയുന്നത് ഒരു ജനതയുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്ന ഒന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദേശത്തെ ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ ഓരോ വർഷവും ഓരോ പുതിയ നാടകം രംഗത്ത് കൊണ്ടുവരിക, അതവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവർ കണ്ടിരുന്നത്. കാരണം എന്താ, മറ്റു വിനോദ പരിപാടികളൊന്നും തന്നെ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമനിവാസിയും അവൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് ഈ ഓരോ ആണ്ട് തോറും ഓരോ വർഷം തോറും ഓരോ പുതിയ നാടകം, അതായിരുന്നു അവരുടെ രീതി. എന്നിപ്പോൾ അതിപ്പോൾ ഇതിൽ അഭിനേതാക്കളായിട്ട് വരുന്നതോ യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ, അതായത് എല്ലാ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ അഭിനേതാക്കളായിട്ടുണ്ട്. അധ്യാപകർ, കർഷകർ, തയ്യൽക്കാർ, തെയ്യം കെട്ടുന്നവർ, ദഹണ്ടക്കാർ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ അഭിനേതാക്കളാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയും കൂടിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ വളരെ കുറവാണ് അല്ലേ. പല സംഘടനകളുടെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇന്ന് കൂട്ടായ്മകൾ എന്ന് പറയുന്നത്. അല്ലാതെയുള്ള കൂട്ടായ്മകൾ നമുക്ക് ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണവും ഒത്തൊരുമയും അങ്ങനെ എല്ലാ രീതിയിലും നന്മകൾ വിളയാടിയിരുന്ന ഒരു ജനഹൃദയത്തിൻ്റെ ആ ഒരു പ്രതീകമായിരുന്നു അന്നത്തെ ദേശത്തെ ജനത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു ദേശത്തിൻ്റെ തനതായ പാരമ്പര്യം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തു തന്നെയാണ്, ഇത്തരത്തിലുള്ള അവരുടെ നാടക കലയോടുള്ള അവരുടെ ഒരു താല്പര്യം, അതിനുവേണ്ടി അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് ശരിയാവണ്ണം നിർവഹിക്കാനുള്ള അവരുടെ ഒരു താല്പര്യം, ഇതൊക്കെ ആ ദേശത്തിൻ്റെ നാടക കലയോടുള്ള താല്പര്യത്തെയാണ് വിളിച്ചോതുന്നത്. ഇനി നമുക്ക് ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് നാടകം കാണാൻ വന്നിരിക്കുന്ന ആ കാണികളുടെ ക്ഷമ, സഹകരണം, അതൊക്കെ എത്രത്തോളം വലുതാണെന്നാണ്. അതുമാത്രമല്ല, ഈ നാടകം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ, ആ പിഴവുകൾ കൂടി നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട്, തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. നാടകം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവ്, അത് ക്ഷമിക്കാനുള്ള നാട്ടുകാരുടെ ഒരു മനോഭാവം, അവരുടെ ആ ഒരു ക്ഷമ, ഇതൊക്കെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ ഒന്ന് എങ്ങനെയാണ് CV പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം അത് എങ്ങനെയാണ് നമ്മളിലേക്ക് ആ ഓർമ്മകളെ എത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പെട്രോമാക്സ് വെളിച്ചമാണ് അരങ്ങിൽ, വേറെ ദീപവിധാനമില്ല. കഥാപാത്രങ്ങൾ അതിവൈകാരികതയോടെ ഒരു രംഗം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ അവർക്കിടയിലൂടെ നടന്നു ചെന്ന് അരങ്ങിൽ തൂക്കിയിട്ട പെട്രോമാക്സ് താഴെ ഇറക്കി അതിൽ കാറ്റടിക്കുന്നതിൽ തരുമ്പും അസ്വാഭാവികത തോന്നിയിരുന്നില്ല കാണികൾക്ക്. ഒരു പുണ്യപുരാണ നാടകം അരങ്ങേറുകയായിരുന്നു ഒരിക്കൽ. യവനിക പൊങ്ങി. രംഗത്ത് പളപളയെ മിന്നുന്ന വേഷങ്ങളിൽ ശ്രീരാമനും സീതയും ഹനുമാനും. സംഭാഷണത്തിനിടയിൽ പെട്ടെന്നാണ് ഹനുമാൻ ഓർമ്മിച്ചത്, ഗദയെടുത്തിട്ടില്ല. ഹനുമാൻ വിഷണ്ണനായി ശ്രീരാമനോട് പറഞ്ഞു, അയ്യോ, എൻ്റെ മാഷെ ഗദയെടുക്കാൻ മറന്നു. ശ്രീരാമനായ മാഷും സീതയായ നടനും സംഭ്രമം കൊള്ളുന്നതിനിടയിൽ ഒരു നാടൻ കർഷകനായ ഹനുമാൻ ദുരിശത്തിൽ നിഷ്ക്രമിച്ച് സ്വർണ്ണവർണ്ണമുള്ള കടലാസ് ചുറ്റിയ ഗദയുമായി തിരിച്ചെത്തി. ഇനിയൊരു സാമൂഹിക നാടകത്തിൽ ഒരു കഥാപാത്രം ചവിട്ടി വീഴ്ത്തപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിവരുന്ന ഒരു സീനുണ്ടായിരുന്നു. കഥാപാത്രം വീണു. പിന്നെ പ്രേക്ഷകർ കാണുന്നത് അയാൾ ഇരു കൈയും പരത്തി എന്തോ ഉഴറ്റോടെ അങ്ങുമിങ്ങും പരതുന്നതാണ്. അപ്പോൾ മുൻനിരയിൽ പൂഴിയിലിരിപ്പായിരുന്ന ഒരു പ്രേക്ഷകൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് ഒരു വസ്തു കൈമാറി. ഇതല്ലേ നോക്കുന്നത്? അതുതന്നെയായിരുന്നു നടൻ പരതിയത്, ഒരു ചുവന്നുള്ളി. കരയാനായി കയ്യിൽ കരുതിയതായിരുന്നു, പക്ഷേ വീഴ്ചയ്ക്കിടയിൽ അറിയാതെ കൈവിട്ടുപോയി. കണ്ണുകൾ നിറയണമെങ്കിൽ ചുവന്നുള്ളി കൂടിയേ തീരൂ. വില്ലിൻ്റെ കയ്യിലെ തോക്ക് ഠേ ഠേ എന്ന് ശബ്ദിക്കുന്നതിന് മുൻപ് വെടിയേറ്റ നോവോടെ നെഞ്ചമർത്തി പിടിച്ച് പിടഞ്ഞു വീണ ഒരു കഥാപാത്രം വീണ്ടും നിവർന്ന്
വെടിയൊച്ചകൾക്കായി കാതോർത്ത സന്ദർഭങ്ങളും ഉണ്ട്. പെട്രോമാക്സ് വെളിച്ചത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പ്രേക്ഷകരാരും പരിഹാസപൂർവ്വം കൂവി വിളിച്ചിരുന്നില്ല. അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കുന്നയാൾ വികാരാധീനനായി സ്വയം മറ്റൊരു കഥാപാത്രമായി മാറി ഗദ്ഗതം കൊണ്ട് ഒന്നും പറയാനാവാത്ത നിസ്സഹായതയിലും സംഭാഷണം ഓർമ്മിക്കാനാവാതെ കഥാപാത്രങ്ങൾ അരങ്ങിൽ പരസ്പരം നോക്കിക്കൊണ്ട് പരുങ്ങി നിൽക്കുമ്പോഴും പ്രേക്ഷകർ ഒട്ടും പരിഭവമില്ലാതെ അടുത്ത നീക്കത്തിന് ക്ഷമാപൂർവം കാത്തിരിക്കുമായിരുന്നു. നാടകകലയെ അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു. അപ്പോൾ പണ്ട് കാലങ്ങളിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അതായത് ഇന്നത്തെ പോലെ വ്യാപകമായിട്ട് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അല്ലേ. അപ്പോൾ അന്നൊക്കെ ഈ നാടകം നടക്കുന്നത് പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലാണ് നടക്കുക, അല്ലാതെ മറ്റ് ദീപാലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ പെട്രോമാക്സിൻ്റെ വെളിച്ചം കുറയുമല്ലോ. അപ്പോൾ ഈ വെളിച്ചം കുറയുമ്പോൾ എന്താ ചെയ്യുന്നറിയോ, ഇപ്പോൾ നാടകത്തിൻ്റെ ആ അണിയറ പ്രവർത്തകരിൽ ആരെങ്കിലും ചിലപ്പോൾ നാടകം രംഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാവും, എന്നാലും അവർക്കൊരു കുഴപ്പമില്ല. ആ നാടകം നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഈ പെട്രോമാക്സിന് കാറ്റടിക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കൊന്നും അതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നിയിട്ടില്ല. നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ ഈ പെട്രോമാക്സിൽ കാറ്റടിക്കുന്നതും ആരെങ്കിലും നാടകത്തിനിടയിലൂടെ നടന്നു വരുന്നതും അതൊന്നും ഒരു തെറ്റായിട്ട് അവർ കണ്ടിരുന്നില്ല. അതിൽ യാതൊരു അസ്വാഭാവികതയും അവർക്ക് തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളുടെ ക്ഷമയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സഹകരണവും വ്യക്തമാക്കുന്ന അനുഭവങ്ങൾ, ഒരുപാട് നാടകവേദികളിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ ഓർമ്മകൾ CV നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒരിക്കലൊരു നാടകവേദിയിൽ പുരാണ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്രീരാമൻ, സീത, ഹനുമാൻ അങ്ങനെ വേഷമിട്ടിട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്, ശ്രീരാമനും സീതയും ഹനുമാനും. അപ്പോൾ ആ സംഭാഷണത്തിനിടയിലാണ് പെട്ടെന്ന് ഹനുമാൻ ഓർമ്മ വന്നത് ഗതി എടുത്തിട്ടില്ലയാണ്. അപ്പോൾ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയെന്നൊന്നും ഹനുമാൻ ഓർത്തില്ല. അപ്പോൾ ഒരു അധ്യാപകനാണ് ശ്രീരാമനായിട്ട് വേഷമിട്ടിരിക്കുന്നത്, ഹനുമാനായി വേഷമിട്ടിരിക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അയ്യോ മാഷേ, ഞാൻ ഗതി എടുക്കാൻ മറന്നു. ഭയങ്കര സങ്കടത്തോട് വിഷണ്ണനായി സങ്കടത്തോട് കൂടിയിട്ട് ഹനുമാൻ പറയണത് ഞാൻ ഗതി എടുത്തിട്ടില്ലാന്ന്. ഇത് കേട്ടപ്പോഴേക്കും ശ്രീരാമനും സീതയൊക്കെ ആകെ പരിഭ്രമിച്ചു. എന്ത് ചെയ്യണം, ആകെ സംഭ്രമമായവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തല്ലാണ്ടായി. ഈ പറഞ്ഞു നിൽക്കണ നേരത്തിൻ്റെ ഇടയിൽ ഹനുമാൻ പോയി ഗതി എടുത്തോണ്ട് അതിൽ ദുരിശത്തിൽ എന്ന് പറയുന്നുണ്ട്. ദുരിശത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ പോവുക. വേഗത്തിൽ നിഷ്ക്രമിച്ചിട്ട് വേഗത്തിൽ പോയിട്ട് ഗതി എടുത്ത് തിരിച്ചു വന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കുണ്ടല്ലോ, ഇതൊരു അബദ്ധം പറ്റിയതാണെന്നോ അല്ലെങ്കിൽ ഇതൊരു തെറ്റാണെന്നോ ഒരു പിഴവാണെന്നോ ഒന്നും കാണികൾക്ക് തോന്നിയിട്ടേ ഇല്ല. അതൊരു തെറ്റായി അവർ കണക്കാക്കണില്ല, അതൊരു അബദ്ധമായി പിഴവായി അവർക്ക് തോന്നുന്നുമില്ല. അതാണ് മുൻകാലങ്ങളിൽ അത്രമേൽ നാടകക്കലയെ അവർ സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അവർക്കതൊന്നൊരു അബദ്ധമായി തോന്നാത്തത്. അവരിലൊരാളായിട്ടാണ് അവർ ഈ ഓരോ കഥാപാത്രങ്ങളെയും കാണുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു വേദിയിൽ ഒരു സാമൂഹിക നാടകം അരങ്ങേറുന്ന ഒരു സന്ദർഭത്തിൽ, അപ്പോൾ അതിലൊരു സീനുണ്ട്. അതായത് ഒരു കഥാപാത്രത്തെ ഒരാൾ ചവിട്ടുമ്പോൾ കഥാപാത്രം താഴെ വീണിട്ട് കരഞ്ഞുകൊണ്ട് എണീക്കുന്ന ഒരു സീൻ, അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥാപാത്രം ചവിട്ടി വീഴ്ത്തപ്പെട്ടു, താഴെ വീണ് കഴിയുമ്പോൾ പിന്നെ കരഞ്ഞ് എണീക്കണം. ഈ കഥാപാത്രം എണീക്കണില്ല, പകരം അവിടെ എന്തൊക്കെയോ ഇങ്ങനെ തപ്പുകയാണ്, എന്തോ പോയ പോലെ അവിടെയൊക്കെ ഇങ്ങനെ തപ്പുക, ആകെ പരതിക്കൊണ്ടിരിക്കുക, ആകെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തെന്ന് പറയുക, ഇത് നാടകം കാണാതിരിക്കുന്ന കാണികളിൽ ഒരാൾ വന്നിട്ട് ഈ നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നിട്ട് ഈ വീണ് കിടക്കണ കഥാപാത്രത്തിൻ്റെ കയ്യിൽ ഒരു വസ്തു കൊടുത്തു. അതെന്തായിരുന്നു എന്നറിയോ? ഒരു ചുവന്നുള്ളിയായിരുന്നു.
അതായത് ഈ കഥാപാത്രം ചവിട്ടി വീഴ്ത്തപ്പെട്ട് കരഞ്ഞിട്ട് വേണമല്ലോ എണിക്കാൻ. അപ്പോൾ കരയണമെങ്കിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി കണ്ണിലാവുമ്പോൾ വെള്ളം വരുമല്ലോ, അതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ കഥാപാത്രം. പക്ഷേ ചവിട്ടിയിട്ട് നിലത്ത് വീണ സന്ദർഭത്തിൽ പെട്ടെന്ന് ആ ഉള്ളി കൈവിട്ടുപോയി. അപ്പോൾ കരയണമെങ്കിൽ ഉള്ളി വേണം. അപ്പോൾ ആ ഉള്ളിയാണ് അവിടെ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടിരുന്ന ഒരാൾ, ആ ആൾക്ക് മനസ്സിലായി എന്താ അന്വേഷിക്കണേന്ന്, വേഗം മനസ്സിലായി. അതവിടെ കിടക്കണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. ഇതിലും യാതൊരു തെറ്റും കണ്ടിരിക്കുന്ന കാണികൾക്ക് തോന്നിയിട്ടില്ല. അതാണ് ഒരു ദേശത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ തനതായ നാടക പാരമ്പര്യത്തോടുള്ള ആ ഒരു താല്പര്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കഥാപാത്രം, വില്ലൻ കഥാപാത്രം തോക്കുകൊണ്ട് വെടിവെക്കും. അപ്പോൾ ആ തോക്കുകൊണ്ട് വെടിവെക്കുമ്പോൾ ടേ ടേ എന്നുള്ള ശബ്ദം കേൾക്കുമല്ലോ. ഈ ശബ്ദം കേൾക്കുമ്പോൾ മറ്റേ കഥാപാത്രം എന്ത് ചെയ്യണമെന്നറിയോ? നെഞ്ചമർത്തി വേദന അങ്ങനെ അമർത്തി പിടിച്ചിട്ട് നിലത്ത് പിടഞ്ഞു വീണ സീനാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ സീൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കഥാപാത്രം വെടിയേറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലെ തന്നെ നോവൊക്കെ അനുഭവിച്ച് വേദനയൊക്കെ അനുഭവിച്ച് പെടഞ്ഞ് താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ വെടിവെച്ച കേട്ടില്ലല്ലോ എന്ന്. വേഗം എനിക്ക് വെടിവെച്ച കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിന്നു. അപ്പം ഇതൊക്കെ നാടകങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ്, പിഴവുകളാണ്. പക്ഷെ അന്നത്തെ ജനതയുണ്ടല്ലോ ഇതൊന്നും ഒരു പരിഹാസത്തോടെ കണ്ടിരുന്നില്ല. ഇന്നൊക്കെയാണെങ്കിലോ, ഇന്ന് വേദിയിൽ എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ചെറിയൊരു തെറ്റ് വന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് കൂവെങ്കിലും വേണം അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്ക് മറ്റുള്ളവരിലെ തെറ്റ് ക്ഷമിക്കാനുള്ള കഴിവില്ല അല്ലേ? ഒരു പരസ്പര സഹകരണ മനോഭാവത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേദിയിൽ അരങ്ങേറാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണില്ല. ഒരു തെറ്റും പാടില്ല എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു നിലപാട്. എന്തെങ്കിലും തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ പരിഹാസത്തോടു കൂടിയിട്ട്, പരിഹാസ ശരങ്ങളായാലും അതുപോലെ വേദിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, പ്രധാനമായിട്ട് ഈ കൂവലാണല്ലോ കൂവുന്നത്. അതായത് മുൻകാലത്തെ കാണികളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ കാണികൾ, ഇന്നത്തെ പ്രേക്ഷകർ എന്ന് പറയുന്നത്. അവർ ഒരു തെറ്റും ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ എന്ന് പറയുന്ന സംഭവം അവർക്കില്ല. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ അഭിനേതാവും തങ്ങളിൽ ഓരോ ആളുകളാണ് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് അന്നത്തെ ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു പരസ്പര വിശ്വാസം, പരസ്പര സഹകരണം, അതുപോലെ ക്ഷമ, ഇതെല്ലാം അന്നത്തെ ജനതയുടെ സ്വഭാവത്തിൻ്റെ മുതൽക്കൂട്ടുകളായിരുന്നു. ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതായിരുന്നു മുൻകാലങ്ങളിലെ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ഭാഗങ്ങളിലൂടെ CV പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാടിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചും പരസ്പര വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് CV പറയണതെന്ന് നോക്കാം. ദേശക്കാർ മുഴുവനും അരങ്ങിനു മുന്നിൽ ഒത്തുകൂടും. രവിവർമ്മ കലാനിലയമോ സഞ്ജയ കലാകേന്ദ്രമോ അവതരിപ്പിക്കുന്ന ഓരോ നാടകത്തിനും ഏതെങ്കിലും വീടുകളിൽ തളർവാദക്കാരോ മറ്റോ അവശേഷിച്ചാലായി. വീടുകൾ അടച്ചുപൂട്ടി താക്കോൽ അരയിൽ തിരികെയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും, അത്ര തന്നെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലൂടെ നമ്മൾ എന്താണ് കണ്ടത്? ഒരു ദേശത്തിൻ്റെ തനതായ നാടക പാരമ്പര്യം എന്ന് പറഞ്ഞു അല്ലേ? അത് എങ്ങനെയാണെന്നാണ് CV പറഞ്ഞത്. ആ തനതായ പാരമ്പര്യം എന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആണ്ടുതോറുള്ള ഓരോ പുതിയ നാടകങ്ങൾ, വിവിധ സാമൂഹിക വിഭാഗത്തിലുള്ളവർ അതിൽ അഭിനേതാക്കളായി വരുന്നത്, നാടകത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ, പെട്രോമാക്സിൻ്റെ വെളിച്ചം, കാറ്റടിക്കൽ, നാടകം അരങ്ങേറുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ, അത് കാണുന്ന കാണികളുടെ സഹകരണം, ക്ഷമ, ഇതൊക്കെയാണ് ഒരു ദേശത്തിൻ്റെ തനതായ നാടക പാരമ്പര്യത്തെ വിളിച്ചോതുന്ന വസ്തുതകൾ എന്ന് CV നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തിലൂടെ പറയുന്നത് ഒരു ദേശത്തിൻ്റെ പരസ്പര വിശ്വാസമാണ്.
അപ്പോൾ ഇപ്പോൾ ടീച്ചറുടെയൊക്കെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത്, അതുപോലെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മൂമ്മോടും മുത്തശ്ശന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് ഈ പറമ്പിലും പള്ളികളിലും ഒക്കെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നാടകം ഉണ്ടാവും. അപ്പോൾ ഈ നാടകം ഉണ്ടാവുമ്പോൾ ഉണ്ടല്ലോ, വീട്ടിലെല്ലാവരും നാടകം കാണാൻ പോകും. അതായത് ഒരു ദേശത്ത് നാടകം നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള വീടുകളിലൊന്നും ആരും ഉണ്ടാവില്ല. തീരെ വയ്യാതെ കിടക്കുന്ന ആളുകൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും നാടകം കാണാനായിട്ട് എത്തിയിട്ടുണ്ടാവും. അത്ര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും നാടക കലയോട്. അതുപോലെ തന്നെ ഇന്നാണ്, പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വീട്ടിലെല്ലാവരും പോവുകയാണെങ്കിലും വാതിലും മുറിയും അടച്ച് പൂട്ടിയിട്ടൊന്നും ആരും പോകാറില്ല. വെറുതെ ആ ഉമ്മറത്തെ വാതിലൊന്ന് ചാരിയിട്ടും അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറ്റിയിടും, അതിൽ കൂടുതൽ പൂട്ടേ ഇല്ല. അങ്ങനെ കുറ്റിയിട്ടിട്ടാണ് രാത്രിയിൽ നാടകം കാണാനായിട്ട് പോവുക. അപ്പോൾ ഇതെന്ന് നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ഉള്ള പരസ്പര വിശ്വാസമാണ് നമുക്കത് മനസ്സിലാക്കുന്നത്, അല്ലേ? ഇന്ന് നമുക്ക് ഇല്ലാത്തൊരു സംഭവമാണത്, പരസ്പര വിശ്വാസം. ഇന്ന് നമുക്ക് ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്, ആർക്കും ആരെയും വിശ്വാസം ഇല്ലാത്തൊരു കാലമാണ്. ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ വരെ നമ്മൾ ഒരു പക്ഷേ വീട് എല്ലാ മുറിയും അലമാരിയും എല്ലാം പൂട്ടിയിട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. കാരണം എന്താ? ഇന്ന് ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമായി മാറിയിരിക്കുകയാണ്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു ഇതുപോലൊരു കാലം, അതായത് ജനങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ CVയെ പോലെയുള്ളവരുടെയൊക്കെ ഒരു ബാല്യകാലം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള രീതിയിലായിരുന്നു. നിങ്ങളുടെ മുത്തശ്ശനോട് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരൊന്നും ആരും വീട് പൂട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല പണ്ട് കാലങ്ങളിൽ എങ്ങോട്ടെങ്കിലും പോയിരുന്നതൊന്നും. കാരണം എന്താ? അവർക്ക് എല്ലാവരെയും വിശ്വാസമാണ്, യാതൊരു വിശ്വാസവഞ്ചന ഉണ്ടാവുകയില്ല. അതുണ്ടല്ലോ. ഇന്ന് നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ? വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വിശ്വാസവഞ്ചന ഉണ്ടെന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രവർത്തനത്തിലും അവരുടെ മനസ്ഥിതിയിലും വന്നിട്ടുള്ള മാറ്റം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നന്മയുള്ള ഒരു കൂട്ടം മനുഷ്യർ, കൂട്ടായ്മയുള്ള ഒരു കൂട്ടം മനുഷ്യരായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. CVയുടെ ഈ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഓരോ അനുഭവവും അദ്ദേഹം പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നല്ല കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ ഓർമ്മയാണ് CV ഇതിലൂടെ പറയുന്നത്. ഇനി അടുത്തുള്ള ഭാഗങ്ങളിലൂടെ എന്താ പറയണത് വെച്ചാൽ, ഇതേപോലെ നാടകം അരങ്ങേറുമ്പോൾ അത് കാണാൻ പോകുന്ന ആ ഒരു അനുഭവം, കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, അതാണ് അടുത്ത ഭാഗങ്ങളിലൂടെ CV പറയുന്നത്. ആണ്ടിൽ 1-2 നാടകം മാത്രം കളിക്കുന്ന സ്ഥലത്തേക്ക് പല നാടകങ്ങളുമായി എങ്ങുനിന്നോ ഒരു കൂട്ടർ വന്നെത്തിയപ്പോൾ ദേശത്താകെ കുശാലായി. സംഘത്തിലെ നടികളായിരുന്നു അങ്ങാടിയിലും കുളപ്പടവുകളിലും കോലായകളിലും മുഖ്യ ചർച്ചാവിഷയം. അവർ യഥാർത്ഥ സ്ത്രീകൾ തന്നെയാണോ എന്ന സംശയമുണ്ടായിരുന്നു ചിലർക്കെങ്കിലും. സംശയ നിവൃത്തിക്കായി അത്തരക്കാർ ഒളിഞ്ഞും പതുങ്ങിയും ശ്രമം തുടരുന്നതിനിടയിൽ സംഘത്തിൻ്റെ പ്രഥമ നാടകം പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയായി. ദേശമെങ്ങും ചെണ്ട കൊട്ടി വിളംബരമുണ്ടായി. UP സ്കൂളിൻ്റെ വടക്കേ ഹാളിലായിരുന്നു നാടകക്കൊട്ടക. 4 ടിക്കറ്റ്. 4 പാങ്ങില്ലാത്തതിനാൽ ഞാൻ കൊട്ടകയിലേക്ക് കയറിയത് കൊളുത്തില്ലാത്ത ഒരു ജനൽ പഴുതിലൂടെയാണ്. ആ ജനലിന് കൊളുത്തില്ലെന്നത് പല കുട്ടികൾക്കും വലിയ അനുഗ്രഹമായി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തവർക്കൊപ്പം ഇരുന്ന് നാടകം മുഴുവനായും കണ്ടു. അതൊരു കുറ്റാന്വേഷണ നാടകമായിരുന്നു. കൊലപാതകം നടന്ന ബംഗ്ലാവിൽ വേലക്കാരനായി എത്തിയ CID അവസാന രംഗം ഒടുങ്ങാറായപ്പോഴാണ് തൻ്റെ മുഖത്തെ ആവരണം ചെയ്തിരുന്ന നേർത്ത പാട അടർത്തി മാറ്റിയത്. ഹാളിൽ കരഘോഷം മുഴങ്ങി. ഒരു ചങ്ങാതിയോടൊപ്പം പിറ്റേന്നും ഞാൻ പോയി നാടകത്തിന്. പക്ഷേ കാണാനായില്ല. നാടകസംഘത്തിൽപ്പെട്ട ആരോ ജനലിന് കൊളുത്തുറപ്പിച്ചിരിക്കുന്നു.
ഞങ്ങളവിടെ ഖേദം പൂണ്ടു നിൽക്കുമ്പോൾ അകത്ത് അക്ബർ ചക്രവർത്തിയുടെ പൊട്ടിച്ചിരി. അപ്പോൾ ഒരു നാടക സംഘം ആ ദേശത്ത് എത്തിയപ്പോൾ, പുതിയൊരു നാടക സംഘം ആ ദേശത്ത് എത്തിയപ്പോൾ ആ നാട്ടുകാർക്കുള്ള ആ ഒരു ആഹ്ലാദം, അവരുടെ ഒരു സന്തോഷം അല്ലേ, അവരുടെ ഒരു ആകാംക്ഷ, അതൊക്കെ ഭയങ്കര വലുതാണ്. അതായത് നാടകകലയെ അവർ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു. പിന്നെ ഈ വന്ന നാടക സംഘത്തെ കുറിച്ചിട്ടാണ് എല്ലായിടത്തും ചർച്ച. പുളിപ്പടവിൽ, ചായക്കടയിൽ, അങ്ങനെ എല്ലായിടത്തും ഈ നാടക സംഘത്തെക്കുറിച്ചുള്ള, അതിൽ അഭിനേതാക്കളെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് നടിമാരെ കുറിച്ച് അവർക്ക് സംശയം. കാരണം എന്താ വെച്ചാൽ ആ ദേശത്തെ ആളുകളാണല്ലോ മുമ്പ് അവിടെ നാടകം അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ പുരുഷന്മാരാണ് സ്ത്രീ വേഷമൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെ 2 നടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് നടികൾ തന്നെയാണോ, ഇനി ആണുങ്ങൾ പെൺവേഷം ഇട്ടിട്ടുള്ളതാണോ? അവർക്കാകെ സംശയമായി. ചിലവരെന്ത് ചെയ്തു എന്നറിയോ, അത് സത്യമാണോ, യഥാർത്ഥമാണോ, നടികൾ തന്നെയാണോ എന്നറിയാനായിട്ട് വാത്തും പതുങ്ങി അവരെ നേരിൽ കാണാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഒരു നാടകം അരങ്ങേറി. ചെണ്ട കൊട്ടിയിട്ടാണ് കേട്ടോ വിളംബരമൊക്കെ അറിയിച്ചിരിക്കണേ. ഇങ്ങനെ നാടക സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്, അവരുടെ വ്യത്യസ്തങ്ങളായ നാടകങ്ങൾ അരങ്ങേറുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെണ്ട മേളത്തോടു കൂടിയിട്ടുള്ള ഒരു വിളംബരമൊക്കെയാണ് നടന്നത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ളൊരു വിദ്യാലയത്തിലാണ് ഈ നാടകം അരങ്ങേറാൻ പോകുന്നത്. എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് വേണം നാടകം കാണാനായിട്ട്, 4 ടിക്കറ്റ്. അപ്പോൾ CV-ക്ക് ആണെങ്കിലോ നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. പക്ഷേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ കാശ് വേണ്ടേ? കാശില്ല. അതായത് CV-യുടെ ആ ഒരു ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നാടകം കാണാനുള്ള ഒരു സാഹചര്യമൊന്നും CV-ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആഗ്രഹം, വളരെ വലിയ ആഗ്രഹമായിരുന്നു ഈ നാടകം കാണണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും നാടകം നടക്കുന്ന വിദ്യാലയത്തിലേക്ക്, ആ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, നാടകം തുടങ്ങാറാവുമ്പോൾ ആ നാടകം നടക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ ഒരു കുളത്ത് ഊരിയിട്ടുള്ള ഒരു ജനാലി ഉണ്ടായിരുന്നു. ആ ജനൽ പഴുതിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ട് അസലായിരുന്നു നാടകം കണ്ടു. അതായത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നവരുടെ കൂട്ടത്തിൽ തന്നെ CV-യും CV-യുടെ കൂട്ടുകാരും, അതായത് ഒരു കുട്ടിക്കൂട്ടം, അവർ ജനൽ പഴുതിലൂടെ ഉള്ളിലേക്ക് കടന്ന് നാടകം കണ്ടു. അതായത് അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു നാടകം എന്ന് പറഞ്ഞാൽ. അതായത് നാടക ആസ്വാദനം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ നാടകട്ടെ. അപ്പോൾ വീണ്ടും എത്തി അത് കാണാനായിട്ട്. പക്ഷെ എന്താ ഉണ്ടായെന്നറിയോ, ആരോ ആ ജനലിന് കുളത്തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് CV-ക്ക് പറ്റിയില്ല. CV-ക്കും പറ്റിയില്ല, CV-യുടെ കൂട്ടുകാർക്കും പറ്റിയില്ല. ഇത് വളരെ വിഷമമുള്ളൊരു അവസ്ഥയായിരുന്നു CV-യെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ, ഒരു വളരെ ആഗ്രഹിച്ചിട്ട് വരികയാണ്, തങ്ങൾക്ക് നാടകം കാണാൻ പറ്റുന്ന ആഗ്രഹിച്ചിട്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് കാണാനായി സാധിക്കില്ല എന്ന്. അപ്പോൾ അന്നുണ്ടായിരുന്നത് അക്ബർ ചക്രവർത്തിയുടെ ഒരു നാടകമായിരുന്നു. അതുപോലെ മുമ്പ് CID-യുടെ ഒരു നാടകമായിരുന്നു CV കണ്ടത്. എന്തായാലും ഒരു ദേശത്തിൻ്റെ നാടകം എന്ന കലയോടുള്ള താല്പര്യം, അതിൻ്റെ ആസ്വാദനമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. CV തൻ്റെ ബാല്യകാലത്തെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ, നാടകം കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നാടകം കാണാൻ പോയപ്പോൾ CV-ക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് രസകരമായ ഒരു അനുഭവമാണ് അല്ലേ CV നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഏതെങ്കിലും ഇതുപോലെയുള്ള കലാപരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലകൾ കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു രസകരമായ അനുഭവം എഴുതണം അല്ലേ. ഒരു അനുഭവക്കുറിപ്പ്, രസകരമായ ഒരു അനുഭവം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതായത് ഏതെങ്കിലും കല ആസ്വദിക്കാൻ പോയപ്പോൾ, ഏതെങ്കിലും കഥകളിയോ തെയ്യോ ഓട്ടംതുള്ളലോ ഏതോ ആയിക്കോട്ടെ, ഒരു കലാസ്വാദനത്തിന് നിങ്ങൾ പോകാനിടയായ സാഹചര്യവും അവിടെ ഉണ്ടായ രസകരമായ അനുഭവവും വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ് വർക്ക് ചെയ്യുക. പാഠഭാഗം നന്നായി വായിക്കുകയും ചെയ്യണം.